സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ISL കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായി നോക്കുന്നത്. ഗൈസ്, എന്തായാലും കുറെ മത്സരങ്ങൾക്ക് ശേഷം ബ്ലാസ്റ്റേഴ്സ് ഒരു വിജയം സ്വന്തമാക്കിയല്ലോ. അപ്പോൾ അതും ഇന്നലത്തെ മത്സരത്തിന് ശേഷം നമ്മുടെ കോച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരിക്കും മെയിനായിട്ട് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. സോ അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നമ്മളിപ്പോൾ റോഡ് ടു 70K സബ്സ്ക്രൈബേഴ്സ് ആണ്. മാക്സിമം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, വീഡിയോയിലേക്ക് കടക്കാം. ഗൈസ്, എന്തായാലും ആദ്യം തന്നെ ഇന്നലെ നടന്ന കളിയുമായി ബന്ധപ്പെട്ടൊന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ 3-1 എന്നൊരു സ്കോർ ലൈനോടെ ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുകയുണ്ടായല്ലോ. എന്തായാലും കുറെ മത്സരങ്ങൾക്ക് ശേഷമാണ് ബ്ലാസ്റ്റേഴ്സ് ഒരു വിജയം സ്വന്തമാക്കുന്നത്. കളിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു മോശം പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. എന്നാലും ആ ഒരു ഗോൾ വന്നതിന് ശേഷം ബ്ലാസ്റ്റേഴ്സ് ആകപ്പാടെ മാറി. അത് കഴിഞ്ഞ് എന്തായാലും വളരെ മികച്ചൊരു പ്രകടനം തന്നെയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ കാഴ്ചവെച്ചത്. കൂടാതെ കഴിഞ്ഞ 9 മത്സരങ്ങളായി ബ്ലാസ്റ്റേഴ്സിന് ക്ലീൻ ഷീറ്റ് ഇല്ലായിരുന്നു. ഈ ഒരു മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സ് ക്ലീൻ ഷീറ്റ് ലഭിക്കാൻ സാധിച്ചില്ല. അവസാന നിമിഷമായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോൾ കൺസീഡ് ചെയ്തത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് 3-1 എന്ന ഒരു വിജയം സ്വന്തമാക്കിയതോടെ ബ്ലാസ്റ്റേഴ്സിന്റെ ക്വാർട്ടർ ഫൈനലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കൺഫേം ആയിട്ടുണ്ട്. സോ നമ്മുടെ ഒഡീഷ FC ആയിരിക്കും ബ്ലാസ്റ്റേഴ്സ് ക്വാർട്ടർ ഫൈനലിൽ നേരിടുക. കൂടാതെ അത് ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു എവേ മാച്ച് ആണ്. അതായത് ഭുവനേശ്വറിലായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരം കളിക്കുക. എന്തായാലും ഒന്ന് ആഞ്ഞു പിടിച്ചാൽ വിജയിക്കാമെന്നതേ ബ്ലാസ്റ്റേഴ്സിനുള്ളൂ. കൂടാതെ ഒഡീഷയുടെ ഹോം മാച്ച് ആയതിനാൽ ഒഡീഷയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് കൂടെയുണ്ട്. എന്തായാലും ആര് വിജയിക്കുമെന്ന് നിങ്ങളുടെ പ്രിഡിക്ഷൻസ് എല്ലാം കമന്റായി രേഖപ്പെടുത്തു. അതുപോലെ ഇനി മെയിനായി നോക്കേണ്ട കാര്യം നമ്മുടെ പ്ലേ ഓഫ്സിൽ അഡ്രിയാൻ ലൂണയും അതുപോലെ ദിമിത്രോസും കളിക്കുമോ എന്നാണ്. ഇതിനെപ്പറ്റി ഇന്നലത്തെ മത്സരത്തിന് ശേഷം കോച്ച് പറഞ്ഞ പ്രകാരം നിലവിലും അത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായി തുടരുകയാണ്. രണ്ട് താരങ്ങളും പ്ലേ ഓഫിൽ അവൈലബിൾ ആകുമോ ഇല്ലയോ എന്ന കാര്യം തനിക്ക് കൺഫേം ആയിട്ട് അറിയില്ല എന്നാണ് കോച്ച് പറയുന്നത്. എന്തായാലും ഇത് പറയുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടെ കോച്ച് ഇന്നലെ പറഞ്ഞിരുന്നു. കോച്ച് പറഞ്ഞ പ്രകാരം അഡ്രിയാൻ ലൂണയെ ഇന്ന് കളത്തിലിറക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാവർക്കും അറിയാം, ഒരു യെല്ലോ കാർഡ് കൂടെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അഡ്രിയാൻ ലൂണയ്ക്ക് ഒരു മത്സരം മിസ്സാകേണ്ടി വരും. അപ്പോൾ ആ ഒരു സസ്പെൻഷൻ ഭയന്നാണ് കോച്ച് ഇന്ന് താരത്തെ ഇറക്കാത്തതെന്നാണ് കോച്ച് പറഞ്ഞത്. എന്തായാലും ഇതിന് ശേഷമാണ് പ്ലേ ഓഫ്സിൽ താരം ഉണ്ടാകുമോ ഇല്ലയോ എന്ന കാര്യം ഉറപ്പല്ല എന്ന് കോച്ച് പറയുന്നത്. സോ എന്തായാലും കോച്ചോടെ വെറുതെ പറഞ്ഞതാകാനും സാധ്യതയുണ്ട്. ലൂണ കളിക്കുമോ ഇല്ലയോ എന്ന കാര്യം നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഗൈസ്, എന്തായാലും ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ച് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. കൂടാതെ ISL ലൈവ് ലിങ്കുകൾ കാര്യങ്ങൾ ലഭിക്കുന്നതിനായി നമ്മുടെ ടെലഗ്രാമിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.